മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ബിഗ് ബോസ് രാവിലെ തന്നെ ഓരോരുത്തർക്കും ടാസ്കുകൾ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും റെനയുടെയും അനുമോളുടെയൊക്കെ ഒരു ഡാൻസ് കഴിഞ്ഞു. പിന്നെ സാബുമാൻ്റെ ഒരു ഡാൻസ് കഴിഞ്ഞു. ഇപ്പോൾ നൂറയ്ക്കും അഭിലാഷിനും മറ്റൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. BB ഹോട്ടലിലുള്ള ഓരോരുത്തരുടെയും പെർഫോമൻസ് വിലയിരുത്തണം. അതിനുശേഷം ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്തത് ആരാണെന്ന് സെലക്ട് ചെയ്യണം. ഇന്നലെ മുതൽ നമ്മുടെ ജിസൈലിൻ്റെ ഗണ്ണ് കാണാനില്ല. കാരണം ഒരു AK-47 എന്ന് പറഞ്ഞൊരു ഗണ്ണ് നമ്മുടെ ജിസൈലിന് നൽകിയിട്ടുണ്ടല്ലോ, ആ ഗണ്ണ് കാണാനില്ല. അനുമോള് ഓൾറെഡി ഇന്നലെ തന്നെ ജിസൈലിനൊരു ക്ലൂ കൊടുത്തിരുന്നു, റെസ്റ്റ് റൂം എന്ന്. അതായത് റെസ്റ്റ് റൂമിൽ നിൽക്കുന്നത് അഭിലാഷും നൂറയുമാണ്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും മാറ്റി വെച്ചിട്ടുണ്ടാവുക എന്ന് ജിസൈലിന് അറിയാമായിരുന്നു. ജിസൈൽ 2-3 തവണ നൂറയുടെയും അഭിലാഷിൻ്റെയും പുറകെ നടന്നതുമാണ്. എന്നാൽ ഇപ്പോൾ രാവിലെ ഈ മോർണിംഗ് ടാസ്കിൻ്റെ സമയത്ത് നൂറ സമ്മതിച്ചിരിക്കുകയാണ് നൂറയാണ് അത് എടുത്ത് മാറ്റി വെച്ചത് എന്ന്. നൂറയും അഭിലാഷും ചേർന്നാണ് കണ്ണു മാറ്റി വെച്ചതെന്നാണ് നൂറ ആദ്യം പറയുന്നത്. എന്നാൽ അഭിലാഷ് പറയുന്നത് അഭിലാഷ് അത് അറിഞ്ഞിട്ട് പോലുമില്ല, അഭിലാഷിൻ്റെ അറിവോടുകൂടി അല്ല നൂറ ആ ഗണ്ണ് മാറ്റി വെച്ചതെന്ന്. അപ്പോൾ എന്തിനാണ് നൂറയോട് ജിസൈലിൻ്റെ ആ ഗണ്ണ് മാറ്റി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ നൂറ പറയുന്നത് ജിസൈലിന് വെറുതെ എല്ലാവരും സ്റ്റാർ കൊടുക്കുകയാണ്. അതായത് ഓരോ റൗണ്ട് കഴിയുമ്പോഴും അവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർ കൊടുക്കുമല്ലോ, അങ്ങനെ ജിസൈലിന് വെറുതെ സ്റ്റാർ കൊടുക്കുകയാണ്. ജിസൈൽ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് അവളുടെ ഗണ്ണെടുത്ത് മാറ്റിവെച്ചത്. അതായത് ജിസൈലിനെയും കൊണ്ട് പെർഫോം ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നൂറ ജിസൈലിൻ്റെ ഗണ്ണെടുത്ത് മാറ്റിവെച്ചതെന്നാണ് ജിസൈൽ പറയുന്നത്. എന്നാൽ ആ സമയത്ത് നമ്മുടെ അക്ബർ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. GM മാത്രം തീരുമാനിച്ചല്ല ജിസൈലിന് സ്റ്റാർ കൊടുക്കുന്നത്, ഗസ്റ്റുകളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമാണ് സ്റ്റാർ കൊടുക്കുന്നത്. ഗസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ അവർ ജിസൈലിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ആ കാര്യത്തിൽ ജിസൈലിനോട് അസൂയപ്പെട്ട് ജിസൈലിൻ്റെ പെർഫോമൻസ് തടയാൻ വേണ്ടി ഗണ്ണെടുത്ത് മാറ്റി വെക്കുകയല്ല ചെയ്യേണ്ടത്. അത് ശരിക്കും ചീത്തൊരു കാര്യമാണ് എന്നാണ് നമ്മുടെ അക്ബർ പറയുന്നത്. എന്നാൽ നൂറ പറയുന്നത് നൂറയും അഭിലാഷും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ടോയ്ലറ്റ് ക്ലീനിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അവിടെ നല്ല രീതിയിൽ തങ്ങൾക്ക് കിട്ടിയ ക്യാരക്ടർ നല്ലതുപോലെ ചെയ്യുന്നു. എന്നിട്ടും തങ്ങളെ ആരും കാണുന്നില്ല, വെറുതെ ജിസൈലിനാണ് സ്റ്റാർ കൊടുക്കുന്നത് എന്നാണ്. എനിക്ക് തോന്നുന്നു പലർക്കും ഇപ്പോഴും ടാസ്ക് മനസ്സിലായിട്ടില്ല. ഒരാളുടെ പെർഫോമൻസ് തടയാൻ വേണ്ടി അവരുടെ ഗണ്ണെടുത്ത് മാറ്റി വെക്കുക, അതുപോലെ തന്നെ ഇന്നലെ ശോഭയുടെ ബാഗ് എടുത്ത് മാറ്റി വെക്കുക, അതും ഈ നൂറ തന്നെയാണ് ചെയ്തത്. നൂറയ്ക്ക് എന്തിനാണ് ഇത്രയും അസൂയ ജിസൈലിനോട് എന്നറിയില്ല. ജിസൈല് വഴക്കിട്ടൊന്നും വാങ്ങിക്കുന്നതല്ല സ്റ്റാർ, ഗസ്റ്റുകളും GM കൂടി ചർച്ച ചെയ്ത് തന്നെയാണ് ജിസൈലിന് ഇത്രയും സ്റ്റാറുകൾ കിട്ടാൻ കാരണം. എനിക്ക് തോന്നുന്നു ജിസൈലിന് കിട്ടിയ ക്യാരക്ടർ ജിസൈൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ആ പെർഫോം ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയാണ് നൂറ ഇങ്ങനെ ചെയ്തത്. പെർഫോം ചെയ്തില്ലെങ്കിൽ ജിസൈലിന് സ്റ്റാർ കിട്ടില്ലല്ലോ. ആ ഒരു പ്ലാനിങ് ആണ് നൂറയ്ക്ക് മാത്രമല്ല പലർക്കും സ്റ്റാർ കിട്ടാത്തതുമുണ്ട്. നമ്മുടെ റെനയ്ക്കൊക്കെ ഒരു സ്റ്റാർ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്, റെന ബിന്നിയൊക്കെ. പക്ഷേ ഇതൊരു ഹോട്ടൽ ടാസ്ക്കാണ്. ഈ ടാസ്കിൽ മറ്റുള്ളവരുടെ പെർഫോമൻസ് ചെയ്യാതിരിക്കാനല്ല നോക്കേണ്ടത്, തങ്ങൾക്ക് കിട്ടിയത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നതാണ്. ഇന്നലെയും ആദില ഒരു സ്റ്റാർ ജിസൈലിന് കൊടുത്ത സമയത്ത് നമ്മുടെ നൂറ ആദിലയോടും ദേഷ്യപ്പെട്ടിരുന്നു. എന്തിനാണ് നിങ്ങൾ വെറുതെ ജിസൈലിന് സ്റ്റാർ കൊടുക്കുന്നത്? എനിക്ക് സ്റ്റാർ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് കൊടുത്തൂടെ എന്ന് നൂറ ഇന്നലെ ആദിലയോടും ചോദിച്ചിരുന്നു. ആദിലയും അതിന് വ്യക്തമായ ആൻസർ പറഞ്ഞിരുന്നു. ജിസൈൽ ഡിസേർവിംഗ് ആണ്, ജിസൈൽ നല്ല രീതിക്ക് ഗസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, എപ്പോൾ വിളിച്ചാലും വരുന്നുണ്ട്, ഒരു സെക്യൂരിറ്റിയുടെ ജോലി ജിസൈൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ജിസൈലിന് കൊടുത്തതെന്ന്. എന്നാൽ പിന്നെയും ആ കാര്യത്തിൽ അസൂയ മൂത്ത് ജിസൈലിൻ്റെ പെർഫോമൻസ് തടയാൻ വേണ്ടി ആ ഗണ്ണെടുത്ത് മാറ്റി വെച്ച നൂറയുടെ ആ ഒരു പ്രവൃത്തിയോട് എനിക്ക് എന്തായാലും യോജിക്കാൻ പറ്റുന്നില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.